ഹായ് ഡിയേഴ്സ്. സാർ ഉറങ്ങിയിട്ടൊന്നുമില്ല. പലരും സാർ സ്ലെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. ഇല്ലടാ, ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഫയറൊക്കെ ഇട്ടടാ, പെട്ടെന്ന് ഫയറൊക്കെ ഇട്ടെ. ഫയർ ഇട്ടെ എല്ലാവരും, എല്ലാ മക്കളും. സാറിന് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ആസ്ക് ദാറ്റ്. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ആം ഐ വിസിബിൾ ടു എവറിബഡി വാച്ചിങ് മൈ ക്ലാസ്? ഞാൻ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഉണ്ടോ? സാർ ഇവിടെ ഉണ്ട് ഉണ്ടടാ, സാർ ഇവിടെ ഉണ്ട്. സാറിനൊന്നും പറ്റിയിട്ടില്ല, ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ. സോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ ലൈവ് എത്തിക്കുക, സ്റ്റാറ്റസ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലും നിങ്ങളുടെ സമപ്രായക്കാർക്കൊക്കെ ഇതിനെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, മാക്സിമം ആളെ ഇങ്ങനെ കൂട്ടിയിട്ട് വരിക. നമുക്ക് എല്ലാവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കണം. വേണ്ടേ എല്ലാവർക്കും. ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഞാൻ. സാർ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടോന്നു? ഇത് മെറൂൺ കളർ ഷർട്ട് തന്നെയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് അല്ല, അത് മെറൂൺ തന്നെയാണ്. ബ്ലാക്ക് ഷർട്ടിന് മെറൂൺ ആയതല്ല ഫിൽറ്റർ ഇട്ടിട്ട്, ഇത് മെറൂൺ കളർ തന്നെയാണ്. ഓക്കെ, സൂപ്പർ ആയല്ലോ എന്നല്ലേ? ഇങ്ങനെ മിലിറ്ററി കട്ട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഞാൻ കിങ് ഓഫ് കൊത്ത മൂവി കാണാൻ പോയിട്ടില്ല എന്നൊക്കെ കമന്റ് ഇട്ടോ. അത് കണ്ടില്ലേ നിങ്ങൾ? എന്താ ചെയ്യുക, ചാനലുകാർ എൻ്റെ പുറകെ ആയിരുന്നു. ഓക്കെ, എല്ലാവരും കണ്ടില്ലേ ആ വീഡിയോ? ഓക്കെ ഗുഡ്. സ്പെക്സ് 2 പുതിയ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ദീർഘകാലത്തെ പരാതിയായിരുന്നു ഞാൻ കണ്ണട വെക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് മാറ്റി ഞാൻ 2 കണ്ണടകൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാർട്ട് 1, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ നമ്മൾ ഒറ്റ ലൈവിലല്ല ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. 2 ലൈവ് ഉണ്ടാവും. അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അല്ലേ? നമ്മളൊരു ഇന്റർവെൽ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉള്ള പോലെ, അല്ലെങ്കിൽ 2ാമത്തെ ഭാഗത്ത് ഒരു സിനിമ ഇറങ്ങുന്നതൊക്കെ പോലെ ഇതിന് ലൈവിന് 2 പാർട്ട് ഉണ്ട്. ടുഡേ വി ആർ ഡീലിംഗ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ലൈവ് കേട്ടോ. ഈ ലൈവിന്റെ, അതായത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ്റെ പാർട്ട് 2 ഉണ്ടാവും. ഇത് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവും. ഓക്കെ, ഇത് വലിയ ചാപ്റ്റർ ആണ്, നമുക്ക് ഒറ്റ ലൈവിൽ തീർക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് 2 പാർട്ടാക്കി വെക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ ക്ലിയർ ആയോ? ഞാൻ കണ്ണട മാറ്റി. ഏതൊക്കെയാണോ നിങ്ങളൊരു വിഷയം? ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങളെ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ എപ്പോഴും പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അറിയുന്ന ആളുകളൊക്കെ പെട്ടെന്ന് കമന്റ് ഇട്ടേ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ദർ ആർ സെർട്ടൈൻ ലോസ്, അല്ലേ? കുറേ നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, അല്ലേ? ദർ ആർ സെർട്ടൈൻ ബേസിക് ലോസ് ആൻഡ് റൂൾസ് ദാറ്റ് ദ സിറ്റിസൺസ് ആൻഡ് ദ ഗവൺമെന്റ് ഹാവ് ടു ഫോളോ. ആസ് എ സിറ്റിസൺ നമ്മൾ കുറേ റൂൾസ് ഫോളോ ചെയ്യണം. അതുപോലെ ഗവൺമെന്റും കുറേ റൂൾസ് ഫോളോ ചെയ്യണം. ഈ റൂൾസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഈ റൂൾസ് ഒക്കെ എഴുതിയിട്ടുള്ള, ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? എ കൺട്രി സിറ്റിസൺ മസ്റ്റ് ഫോളോ ദാറ്റ്. അതൊക്കെ ഉണ്ട്. Okay, so there are certain basic laws and rules that the citizens and the government have to follow. അതിനെയാണടാ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഇനി റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ റോൾ എന്നുള്ള കാര്യം. ഓക്കെ, ദ റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ നമ്മൾ പഠിക്കണം. റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദ വെരി ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ലോസ് ദാറ്റ് എ സിറ്റിസൺ ആൻഡ് ഗവൺമെന്റ് മസ്റ്റ് ഒബേ. അല്ലേ? ഒരു സിറ്റിസൺ ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ അനുസരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടങ്ങിയതിനെയാണ് നമ്മൾ എന്താ പറയുക, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലേ? ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏത് വർഷം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതൊക്കെ അറിയോ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. അത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് 1950 ജാനുവരി 26. അതുകൊണ്ടാണ് നമ്മൾ അന്ന് റിപ്പബ്ലിക് ഡേ ആയത്. അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. ഓക്കെ. ഈ നോ സാർ എന്ന് പറയുന്നത് ഡൗട്ട് ഇല്ല എന്നാണോ, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നാണോ? ഡൗട്ട് ഇല്ല എന്നാണോ, മനസ്സിലായിട്ടില്ല എന്നാണോ? നോ സാർ എന്ന് പറയുന്നത് എന്താ? ഡൗട്ട് ഇല്ല എന്നാണോ, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നാണോ? എന്താ മീനിങ്? എന്താ? ഓക്കെ,
അപ്പോൾ 1949 നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ 1950 ജനുവരി 26 ജനുവരി 26 കെയിം ഇൻ ടു ഫോഴ്സ് അല്ലേ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് ജനുവരി 26 1915 ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ. റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റോള്, സുപ്രീം ലോ ഓഫ് ദ കൺട്രി ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സുപ്രീം ലോ ഓഫ് ദ കൺട്രി. ഒരു കൺട്രിയുടെ സുപ്രീം ലോ ആണ് ആ കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറ്റർമൈൻസ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺസ് അല്ലേ. ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് എന്നുള്ളത് അല്ലേ. വാട്ട് ആർ ദ റൈറ്റ്സ് നമ്മൾ അധികാരങ്ങൾ എന്താണെന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ കറക്റ്റ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഹൗ ദ ഗവൺമെന്റ് ഷുഡ് ഫംഗ്ഷൻ, ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡ് എല്ലാ മക്കൾക്കും ക്ലിയർ ആണെങ്കിൽ തംസപ്പ് ഒക്കെ തരാം, തംസപ്പ് ഫയർ ഹാർട്ടൊക്കെ തരാം. ഇപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇത് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോവാം. ഓക്കെ, ഇത് ഗാന്ധിഗ്രാമമല്ല കൊത്തയാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പടത്തിൻ്റെ ഹാങ് ഓവറിലാണോ എല്ലാവരും? ആണോ? ആണോ സാർ? വാട്ട്സ് യുവർ നെയിം? ജെന്യൂൻ ക്വസ്റ്റ്യൻ കേട്ടോ. എൻ്റെ പേരെന്താന്ന് കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും. സോ മൈ നെയിം ഈസ് യദു AB, YADU AB, യദു AB. ഇവിടുത്തെ പിള്ളേരാണ് AB സാർ അല്ലെങ്കിൽ യദു സാർ എന്നൊക്കെയാണ് വിളിക്കുക. AB സാറാണ്. AD സാർ വേറെ ഒരാളുണ്ട്, ഞാൻ AB സാറാണ്. ഓക്കെ, യദു സാർ അല്ലെങ്കിൽ AB സാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ, ഓക്കെ. ഈ ഫസ്റ്റ് സ്ലൈഡ് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ കമന്റ് ഇട്ടോ. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ഒരു ഫയർ ഇടാൻ എന്താ അത്ര പ്രയാസം അല്ലേ? ഫയർ ഹാർട്ട് തംസപ്പ് എനിക്ക് മനസ്സിലായി സാർ എന്ന് അങ്ങോട്ട് ഇട്ടോ. AB ബിക്കോസ് ഹി ഹാസ് ആപ്സ്. ഓ അതല്ല, നമ്മളുടെ ക്ലാസ് ഒക്കെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആണ്, അതുകൊണ്ടാണ് AB അല്ലേ, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ടേക്ക് അവേസ് ഉണ്ട്. ഇത് എന്തിനാ വെറുതെ ഒരു ചാപ്റ്റർ NCERT ഇൻക്ലൂഡ് ചെയ്യില്ലല്ലോ. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ടേക്ക് അവേസ്. ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് ചാപ്റ്റർ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത്തരം ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ, ലാസ്റ്റ് സോങ് ഒക്കെ പാടിത്തരാം, അതൊന്നും ഒരു വിഷയമല്ല. വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് എന്തിനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത്? ഹൗ ആർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രോൺ അപ്പ്? who designed them and in what way? എങ്ങനെയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്? വാട്ട് ആർ ദ വാല്യൂസ് ദാറ്റ് ഷേപ്പ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സ്? ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ, വൺസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആക്സെപ്റ്റഡ് ക്യാൻ വി മേക്ക് ചേഞ്ചസ് ലേറ്റർ ആസ് റിക്വയർഡ് ബൈ ദ ചേഞ്ചിങ് കണ്ടീഷൻസ് അല്ലേ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചേഞ്ച് വരുത്താൻ പറ്റുമോ? വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് നെൽസൺ മണ്ടേല, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക അല്ലേ. നമുക്ക് കുറച്ച് മണ്ടേല അങ്കിളിന്റെ കഥ പഠിക്കാൻ പോവാം അല്ലേ. നെൽസൺ മണ്ടേലനെ കുറിച്ച് പഠിക്കല്ലേ? ഓക്കെ അല്ലേ? നെൽസൺ മണ്ടേല. നമുക്ക് കുറച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാമല്ലോ. നമ്മളിങ്ങനെ വിമാനമൊക്കെ കയറിയില്ലേ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേരെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവാണ്. നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ ഹിസ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. സോ ആർ യു ഗൈസ് റെഡി ടു സീ അല്ലെങ്കിൽ ലിസൺ ദാറ്റ് അല്ലേ? നമുക്ക് സൗത്ത് ആഫ്രിക്ക കാണാനും അല്ലെങ്കിൽ ആ കഥ കേൾക്കാനും ഇഷ്ടമാണോ എല്ലാവർക്കും ഇപ്പോൾ? ഓക്കെ, നമ്മളിങ്ങനെ വിമാനത്തിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോകാൻ പോവാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക്. സോ ആർ യു ഗൈസ് റെഡി ഫോർ ദാറ്റ്? റെഡിയാണോ എല്ലാവരും? ഓക്കെ, ആർ യു ഗൈസ് റെഡി? AB ആദിത്യ ബിർള സിമെന്റ് എന്നൊക്കെ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, യെസ്. സോ ഐ ഹാവ് ഫോർട്ട് അഗെയിൻസ്റ്റ്. നെൽസൺ മണ്ടേല അങ്കിളുടെ വാക്കുകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നെൽസൺ മണ്ടേല അങ്കിളിന്റെ കുറച്ച് വാക്കുകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാഡിബ എന്നൊക്കെ നെൽസൺ മണ്ടേലന്റെ ഓമന പേരാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്പു, ചിക്കു, ടുട്ടു എന്നൊക്കെ വീട്ടിൽ വിളിക്കൂലേ, അതേപോലെ നെൽസൺ മണ്ടേലനെ നമ്മൾ എല്ലാവരും ഇഷ്ടമുള്ള ആളുകളൊക്കെ മാഡിബ എന്നാട്ടോ വിളിക്കുക. മാഡിബ. ഓക്കെ, മാഡിബ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. സോ ഐ ഹാവ് ഫോർട്ട് അഗെയിൻസ്റ്റ് വൈറ്റ് ഡോമിനേഷൻ ആൻഡ് ഐ ഹാവ് ഫോർട്ട് അഗെയിൻസ്റ്റ് ബ്ലാക്ക് ഡോമിനേഷൻ അല്ലേ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഐ ഹാവ് ഫോർട്ട് അഗെയിൻസ്റ്റ് ബ്ലാക്ക് ഡോമിനേഷൻ ആൻഡ് ഐ ഹാവ് ഫോർട്ട് അഗെയിൻസ്റ്റ് വൈറ്റ് ഡോമിനേഷൻ. ഐ ഹാവ് ചെറിഷ്ഡ് ദ ഐഡിയൽ ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് ഫ്രീ സൊസൈറ്റി ഇൻ വിച്ച് ഓൾ പേഴ്സൺസ് ലീവ് ടുഗദർ ഇൻ ഹാർമണി ആൻഡ് വിത്ത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഇതിനൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Okay, it is an ideal which I hope to live for and to achieve, but if it is an ideal for which I am prepared to die. ഇതിനൊക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ?
അല്ലാണ്ട് നിങ്ങൾ ഈ ഗാന്ധിഗ്രാമം കൊത്തയും മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. നെൽസൺ മണ്ടേല പറഞ്ഞതും കൂടെ നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഓക്കെ, ഇതൊന്നുമില്ല. ഞാനെപ്പോഴും വൈറ്റ്സിൻ്റെ, അതായത് വൈറ്റ് ഡോമിനേഷൻ അഗെയിൻസ്റ്റ് ആയിരുന്നു, അതുപോലെ ബ്ലാക്ക് ഡോമിനേഷൻ അഗെയിൻസ്റ്റ് ആയിരുന്നു. ഞാനെപ്പോഴും ഒരു ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നെൽസൺ മണ്ടേല പറയുന്നത്. ഓക്കെ ആണോ? അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ നെൽസൺ മണ്ടേല ആരാന്നൊക്കെ കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മണ്ടേല ഒരു സോഷ്യൽ റീഫോമർ ആയിരുന്നു, കൈൻഡ് ഓഫ് എ സോഷ്യൽ റീഫോമർ ഇൻ സൗത്ത് ആഫ്രിക്ക അല്ലേ. നെൽസൺ മണ്ടേല വാസ് എ സോഷ്യൽ റീഫോമർ ആൻഡ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക അല്ലേ. സൗത്ത് ആഫ്രിക്കൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഒരു സോഷ്യൽ റീഫോമറും കൂടി ആയിരുന്നു അല്ലേ. ഓക്കെ, സ്റ്റോറി ഓഫ് നെൽസൺ മണ്ടേല. സ്റ്റോറി ഓഫ് നെൽസൺ മണ്ടേലയാണ് പറയാൻ പോകുന്നത്. നെൽസൺ മണ്ടേല, ദ ലീഡർ ഓഫ് സൗത്ത് ആഫ്രിക്ക, ബീയിങ് ട്രൈഡ് ഫോർ ട്രീസൺ ബൈ ദ വൈറ്റ് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ്. ഈ സൗത്ത് ആഫ്രിക്കയിൽ വൈറ്റ് സുപ്രീമസി ആയിരുന്നു കുറേ കാലങ്ങൾ അല്ലേ. അവർക്ക് ഫ്രീഡം കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ അല്ലേ, ഒരു 30 വർഷത്തിന് അടുത്തായിട്ടേ ഉള്ളൂ. സോ ആ കാര്യം നിങ്ങൾ ആ മൈൻഡിലേക്ക് ആദ്യം വരണം. ഒരു 30 years ഒക്കെ ആയിട്ടുള്ള അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം നിങ്ങളെ മൈൻഡിലേക്ക് വരണം. വൈറ്റ് സുപ്രീമസി അല്ലേ, വൈറ്റ് എന്താ പറയുക ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു സൗത്ത് ആഫ്രിക്ക റൂൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം പഠിക്കുക. ഓക്കെ, so he and 7 other leaders were sentenced to life imprisonment in 1964. ഈ 1964 രാജ്യദ്രോഹ കുറ്റത്തിന്, അതായത് ട്രീസണിന് നെൽസൺ മണ്ടേലനെ ജയിലിലേക്ക് വിടുന്നത് അല്ലേ, ജയിലിൽ വിടുന്നത്. ഫോർ ഡെയറിംഗ് ടു ഒപ്പോസ് ദ അപ്പർത്തൈഡ് റെജീം ഇൻ ദ കൺട്രി. അവിടുത്തെ അപ്പർത്തൈഡ് അല്ലേ, വർണ്ണ വിവേചനം നമ്മൾ പറയും അല്ലെ. ഈ ബ്ലാക്സിനെയും വൈറ്റ്സിനെയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന, ഈ ബ്ലാക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ വൈറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പർത്തൈഡ് മീൻസ് ബ്ലാക്സ് ആർ കൺസിഡേർഡ് ടു ബി ഇൻഫീരിയർ ടു വൈറ്റ്സ്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അപ്പർത്തൈഡ് അല്ലെ, അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഹി ഫോട്ട് അഗെയിൻസ്റ്റ് അപ്പർത്തൈഡ് സിസ്റ്റം അല്ലേ. ദാറ്റ് വാസ് എ സോഷ്യൽ എവിൾ അല്ലെ. ഈ അപ്പർത്തൈഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എവിൾ ആയിരുന്നു. അതിനെതിരെ പൊരുതിയതിനാണ് നെൽസൺ മണ്ടേലനെ ജയിലിൽ അടയ്ക്കുന്നത്. അദ്ദേഹം 28 വർഷം സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും എന്താ പറയുക മോസ്റ്റ് ഡ്രെഡഡ് പ്രിസൺ ആയിട്ടുള്ള റോബൻ ഐലൻഡിലായിരുന്നു. ഓക്കെ, റോബൻ ഐലൻഡിലായിരുന്നു. റോബൻ ഐലൻഡ് എന്ന് പറയുന്നത് ഡ്രെഡഡ് ആയിട്ടുള്ള പ്രിസണിലായിരുന്നു മാഡിബ അല്ലെങ്കിൽ നെൽസൺ മണ്ടേല എന്നറിയപ്പെടുന്ന അദ്ദേഹം 28 വർഷം താമസിച്ചത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ക്ലിയർ? പക്കയാണോ ഈ സ്ലൈഡ്? നമുക്ക് 40ഓളം സ്ലൈഡുകൾ പഠിക്കാനുണ്ട്, അതാണ് പറയുന്നത്. വേഗം വേഗം ഇത് പക്കയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, കഥ മനസ്സിലാക്കണേ. കഥ അതേപോലെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഓണം വന്നല്ലോ മറ്റേ പാട്ടൊന്നും ഇപ്പൊ പാടല്ലേ, ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, അതൊക്കെ നമുക്ക് പാടാം. ഓക്കെ, ഇനി അപ്പർത്തൈഡ് എന്താണ് അപ്പർത്തൈഡ് എന്ന് പറയുന്നത്? അപ്പർത്തൈഡ് അല്ലേ, അപ്പർത്തൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ അപ്പർത്തൈഡ്? ഞാൻ നേരത്തെ പറഞ്ഞു ആ സംഭവം തന്നെ. എ സിസ്റ്റം ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ യുണീക് ടു സൗത്ത് ആഫ്രിക്ക അല്ലേ. അപ്പർത്തൈഡ് എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ഈസ് യുണീക് ടു സൗത്ത് ആഫ്രിക്ക. അങ്ങനെ തന്നെ പറയണം. ആ യുണീക്ക് എന്നുള്ള വേർഡ് അവിടെ വരണം. ഇന്ത്യയിലെ റേസിസത്തിന് നമ്മൾ അപ്പർത്തൈഡ് പറയൂല, റേസിസം എന്നേ പറയുള്ളൂ. പക്ഷേ സൗത്ത് ആഫ്രിക്കയിലെ ഈ റേസിസത്തിനെയാണ് നമ്മൾ അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വൈറ്റ് യൂറോപ്യൻസ് ഇമ്പോസ് ദി സിസ്റ്റം ഓൺ സൗത്ത് ആഫ്രിക്ക. ഈ വൈറ്റ് യൂറോപ്യൻസ് ആണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ സിസ്റ്റം ഇമ്പോസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, വൈറ്റ് യൂറോപ്യൻസ് ആണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ സിസ്റ്റം ഇമ്പോസ് ചെയ്തതെന്നാണ് നമ്മൾ പറയുന്നത്. Apartheid was the name of during the 17th and 18th centuries. The trading companies from Europe occupied it with arms and force in the way they occupied India. ഈ ഇന്ത്യ ഒക്യുപ്പൈ ചെയ്ത പോലെ തന്നെ അവർ സൗത്ത് ആഫ്രിക്കയും യൂറോപ്യൻസ് ഒക്യുപ്പൈ ചെയ്തിരുന്നു. അന്ന് മുതലാണ് ഈ അപ്പർത്തൈഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായി തുടങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈക്സ് പ്യൂർലി റേസിസം, പക്ഷെ ദാറ്റ് ഈസ് യുണീക് ടു സൗത്ത് ആഫ്രിക്കയിലാണ് നമ്മൾ അപ്പർത്തൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് അൺലൈക്ക് ഇന്ത്യ എ ലാർജ് നമ്പർ ഓഫ് വൈറ്റ്സ് ഹാഡ് സെറ്റിൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ബിക്കേം ദ ലോക്കൽ റൂളേഴ്സ്. ഇന്ത്യയിൽ ഈ വൈറ്റ്സ് ഒന്നും ലോക്കൽ റൂളേഴ്സ് ആയിട്ടല്ല, പക്ഷെ സൗത്ത് ആഫ്രിക്കയിൽ വൈറ്റ് സെറ്റിൽമെന്റ്സ് ഒക്കെ പിന്നെ അവരെന്താ ലോക്കൽ റൂളേഴ്സ് ആയിട്ട് മാറി അല്ലേ. ലോക്കൽ റൂളേഴ്സ് ആയിട്ട് ഈ വൈറ്റ്സ് ട്രാൻസ്ഫോം ചെയ്തു. ഓക്കെ, വൈറ്റ്സ് അവിടുത്തെ ലോക്കൽ, ഈ ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, ജന്മി, അതേപോലെ അവിടുത്തെ ലോക്കൽ റൂളേഴ്സ് ആയിട്ട് വൈറ്റ്സ് മാറി. ദ സിസ്റ്റം ഓഫ് അപ്പർത്തൈഡ് ഡിവൈഡഡ് ദ പീപ്പിൾ ആൻഡ് ലേബിൾഡ് ദം ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സ്കിൻ കളർ അല്ലേ. ഈ സ്കിൻ കളറിൻ്റെ ബേസിസിൽ പീപ്പിളിനെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിരുന്നു ഈ അപ്പർത്തൈഡ് സിസ്റ്റം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്നത് സ്കിൻ കളറിൻ്റെ ബേസിസിൽ ആളുകൾ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്നത് സ്കിൻ കളറിന്റെ ബേസിസിൽ ആളുകൾ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ
അപ്പർത്തൈഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ദാറ്റ് ഈസ് യുണീക്ക് ടു സൗത്ത് ആഫ്രിക്കയും കൂടിയാണ്. ദാറ്റ് ഈസ് യുണീക്ക് ടു സൗത്ത് ആഫ്രിക്ക. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാം. ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാം. പോകട്ടെ? നിങ്ങളെന്താന്ന് പ്രതികരിക്കാത്തത്? ഇന്ന് ലൈവിലും ആളുകൾ കുറവാണല്ലോ. എന്ത് പറ്റി? എല്ലാവരും ഓണത്തിൻ്റെ ഒരു വൈബിലാണോ? ഇങ്ങനെ വർമൻസ് വൈബിലാണോ എല്ലാവരും? എല്ലാവരും വർമൻസ് വൈബ് ഇട്ടിട്ട് ആ വൈബിലാണോ? ഇനി ഇതാ പോപ്പുലേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നേറ്റീവ് പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക ആർ ബ്ലാക്ക് ഇൻ കളർ. അല്ലേ? സൗത്ത് ആഫ്രിക്കയിലെ 3/4 അതായത് 75% ആളുകളും ബ്ലാക്സ് ആണ്. ഓക്കെ, 75% ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻസ് ആർ ബ്ലാക്സ്. അല്ലേ? ബ്ലാക്സ് ആണ്, അതായത് അവരുടെ ഇരുണ്ട ശരീരപ്രകൃതിയുള്ള ആളുകളാണ്. ഓക്കെ, 75% ആളുകളും ബ്ലാക്സ് ആണ്. ബാക്കിയുള്ള മനുഷ്യന്മാർ വൈറ്റ്സും ഉണ്ട്. പിന്നെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, ഈ ബ്രൗൺ കളർ ആയിട്ടുള്ള, മോസ്റ്റ്ലി ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ആളുകൾ. അവരെ ഇംഗ്ലീഷ് പറയാം. ഓക്കെ. സോ ഇൻ സൗത്ത് ആഫ്രിക്ക യു ക്യാൻ മെയിൻലി സീ 3 കൈൻഡ് ഓഫ് റേസ്. അല്ലേ? 3 എന്താ പറയുക ടൈപ്പ് ഓഫ് കളേർഡ് പീപ്പിൾ, അല്ലെങ്കിൽ എന്താ 3 ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. ദ ഫസ്റ്റ് വൺ ഈസ് ബ്ലാക്സ്. They are 75% of the total population were blacks. അല്ലെങ്കിൽ they were the majority community in South Africa. 75% were black peoples. And the remaining 25 were whites and third group ഉണ്ട്. The third group is എന്താ പറയുക colored. അല്ലേ? Colored means എന്താ ഈ ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ colored എന്ന് പറയാം. ഓക്കെ, മാനസ് കുമാർ ഐ ആം ഫിസിക്സ് വാല എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. Okay, Manas Kumar, I'm getting your points. Okay, so we would be explaining in English too. Don't worry about that. Okay, most of the students are belong to Kerala. That's why I was explaining in Malayalam. If you are asking me to explain in English, I feel free to explain in English. Okay. Yes, Manas Kumar, I get your points. I got that. Okay. Okay. So besides these two groups, there were people of mixed races who were called colored. Colored means brown skinned people. Okay. There are white skinned people and there are black skinned people and there are colored peoples. Okay. Okay ആണോ? ക്ലിയർ ആണോ? Am I clear to everybody? ഈ brown skinned ആയിട്ടുള്ള ആളുകൾ they were എന്താ migrated from അല്ലെങ്കിൽ എന്താ they are migrated to South Africa from India. അല്ലേ? ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളാണ് ഈ ഇവരെന്താ ബ്രൗൺ കളേർഡ് പീപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളേർഡ് എന്ന് പറയുന്നത്. മാനസ് കുമാർ, ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്സ്? ഐ തിങ്ക് യു ആർ നോട്ട് ഫ്രം സൗത്ത് ഇന്ത്യ. ശ്യാമള ഷിബു, മീ നോട്ട് കേരളയോ? കുഴപ്പമില്ല. ഒരു പ്രശ്നവും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. നമുക്ക് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ എന്നൊന്നുമില്ല. എവ്രിബഡി, അല്ലെങ്കിൽ എല്ലാവരും, വി ഓൾ ആർ ഇന്ത്യൻസ്. അല്ലേ? സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ഫീൽ എന്താ പറയുക, ഐ എം വെരി ഹാപ്പി ടു എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ് ടു. ഓക്കെ, സോ ദ വൈറ്റ് റൂളേഴ്സ് ട്രീറ്റഡ് ഓൾ നോൺ വൈറ്റ്സ് ആസ് ഇൻഫീരിയേഴ്സ്. ദിസ് ഈസ് വൺ ഓഫ് ദ main point of this chapter. The white rulers treated all non-whites as inferiors. Le superior inferior le this is white le black white വെള്ളക്കാർ എന്നൊക്കെ പറയും, അല്ലെ വെളുത്ത ശരീരമുള്ള ആളുകൾ. This is considered to be the black le inferior and superior. ഓക്കെ, ഞാനിവിടുന്ന് കഥകളി കളിക്കുന്നതല്ല, അത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ദിസ് ഈസ് നോട്ട് കഥകളി. മനസ്സിലായില്ലേ? സുപ്പീരിയറും ഇൻഫീരിയറും, അതായത് ദ വൈറ്റ് റൂളേഴ്സ് ട്രീറ്റഡ് ഓൾ നോൺ വൈറ്റ്സ് ആസ് ഇൻഫീരിയേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് സ്ലൈഡ് ഡിസ്കസ്. സോ ഹലോ, ആർക്കും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഓക്കെ, കലാമണ്ഡലം AB എന്നൊക്കെ പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് സ്ലൈഡ് ഈസ് ഡീലിംഗ് വിത്ത് ഡിസ്ക്രിമിനേഷൻ ഓഫ് വൈറ്റ് അഗെയിൻസ്റ്റ് നോൺ വൈറ്റ്. ഓക്കെ,
ഡിസ്ക്രിമിനേഷൻ ഓഫ് വൈറ്റ്സ് എഗെയിൻസ്റ്റ് നോൺ വൈറ്റ്സ് ആണ്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ട് വർ ദ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ദ നോൺ വൈറ്റ്സ് ഫേസ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ठीक है मानस कुमार, हम समझ सकते हैं. भारत भी सुन ली. हिंदी उണ്ടോ ഭഗവാനെ? हिंदी मेरे को थोड़ा थोड़ा मालूम. मैं आई एम नॉट फ्लुएंट in Hindi that much. Okay. So the non-whites did not have voting rights. The first point, discrimination of white against non-whites. The very first point is the non-whites did not have voting rights. Is that clear to everybody? Is that clear to everyone? Please raise your hand if the point is clear to you. Okay, the non-whites did not have voting rights. Is that clear? Clear ആണോ? Clear ആണോ? The non-whites did not have voting rights. അവർക്ക് voting right ഇല്ലായിരുന്നു. The second point is they were forbidden from living in white areas. അവർക്ക് വൈറ്റ് ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ താമസിക്കാൻ പറ്റൂലായിരുന്നു. They were forbidden from living in white areas. The meaning is they were expelled from the white areas. Okay. എടാ ഭരത് ബി സുനിൽ, നീ പറ്റിക്കായിരുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച ഏതോ സിക്കന്ദറൊക്കെ വന്നിട്ട് ഇനി ഹിന്ദിയിൽ ചോദിക്കാന്നുള്ള, ആകെ പെട്ടുപോയനെ. ഓക്കെ. ഇനി മാനസ് കുമാറും മലയാളിയാണോ? സത്യം പറ. മലയാളികളോടാണ് ഫുൾ ഉടായ്പ ഉള്ളത്, അതാണ് ചോദിക്കുന്നത്. മാനസ് കുമാർ ശരിക്കും നോർത്ത് ഇന്ത്യൻ ആണോ? ആജ് കാം നെഹി. ശരി. ഓക്കെ ഓക്കെ. സോ they were forbidden from living in white areas and they could work in white areas only if they had a permit. അതായത് വർക്ക് ചെയ്യണമെങ്കിൽ പോലും, വൈറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും അവരുടെ they had to carry a permit with them. ഓക്കെ ഓക്കെ. നിങ്ങൾ ഉഡായിപ്പൊക്കെ അവസാനിപ്പിക്കുക. ഭയങ്കര ഹിന്ദിയിലൊക്കെ പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. മറ്റേ ഹിന്ദിയിൽ മറ്റേ ആകെ ജനഗണമനയും കുറച്ച് സാധനം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഓക്കെ. they could not even visit the churches where the whites worshipped. ഈ വൈറ്റ്സ് പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ പോലും ഈ ബ്ലാക്സ് വേർഷിപ്പ് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഈസ് ദിസ് ക്ലിയർ ടു എവരി വൺ? ഈ സ്ലൈഡ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫയറൊക്കെ ഇട്ട എല്ലാവരും. ഈ സ്ലൈഡ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫയറൊക്കെ തന്നെ എല്ലാവരും. ഡിസ്ക്രിമിനേഷൻ ഓഫ് വൈറ്റ്സ് അഗെയിൻസ്റ്റ് നോൺ വൈറ്റ്സ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡിസ്ക്രിമിനേഷൻ ഓഫ് വൈറ്റ്സ് അഗെയിൻസ്റ്റ് നോൺ വൈറ്റ്സ് ക്ലിയർ ആണെങ്കിൽ മുझे ഹിന്ദി പത്ത. എന്താ ഡൗട്ട് ഉണ്ട്? വേഗം ചോദിച്ചേ. വേഗം ചോദിക്കും. നമുക്ക് കുറേ സ്ലൈഡ് തീർക്കാനുണ്ടോടാ. വേഗം പറഞ്ഞേ. ഹായ് തരുമോന്നോ? എത്ര വേണമെങ്കിലും തരാം. 1,00,000 ഹായ് തരാം. ഇനി നെക്സ്റ്റ് സ്ലൈഡ് ഈസ് ഡീലിംഗ് വിത്ത് സെഗ്രിഗേഷൻ. ഹായ് ഒക്കെ തന്നില്ലടാ. എത്ര ഭാഷ ഹായ്? ഓക്കെ. സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷംല ഷിബു മേവയ്ക്ക് വിദേശി ഹു, അത് മനസ്സിലായിട്ടോ വിദേശിയാന്നുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? 8 സെക്കൻഡ്. ഓക്കെ. ഇനി ഇത് സെഗ്രിഗേഷൻ. എല്ലാവരും ബംഗാളി വേഷം കെട്ടിയ മലയാളിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓണമൊക്കെ അല്ലേ, വേഷം കെട്ടിക്കോളും എല്ലാവരും. ഓക്കെ. സോ ട്രെയിൻസ്, ബസ്സസ്, ടാക്സീസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ആൻഡ് കോളേജസ്, ലൈബ്രറീസ്, സിനിമ ഹാൾസ്, തിയേറ്റേഴ്സ്, ബീച്ചസ്, സ്വിമ്മിംഗ് പൂൾസ്, പബ്ലിക് ടോയ്ലറ്റ്സ് were all separate for the whites and blacks. അതായത് ബ്ലാക്സിന് ഒരു ട്രെയിന്, വൈറ്റ്സിന് ഒരു ട്രെയിന്. ബ്ലാക്സിന് ഒരു ടോയ്ലറ്റ്, വൈറ്റ്സിന് ഒരു ടോയ്ലറ്റ്. ബ്ലാക്സിന് ഒരു സിനിമ ഹാള്, വൈറ്റ്സിന് ഒരു സിനിമ ഹാള്. ബ്ലാക്സിന് ഒരു പ്രെയർ ഹോള്, വൈറ്റ്സിന് ഒരു പ്രെയർ ഹോള്. ബ്ലാക്സിന് ഒരു സ്വിമ്മിംഗ് പൂള്, വൈറ്റ്സിന് ഒരു സ്വിമ്മിംഗ് പൂള്. ബ്ലാക്സിന് ഒരു പബ്ലിക് ടോയ്ലറ്റ് പറഞ്ഞു അല്ലേ, സ്കൂള് പറഞ്ഞു. ബ്ലാക്സിന് വേറെ സ്കൂള്, വൈറ്റ്സിന് വേറെ സ്കൂള്. കംപ്ലീറ്റ് സെഗ്രിഗേഷൻ ആയിരുന്നു അല്ലേ. അതായത് ബ്ലാക്സ് പോകുന്ന സ്കൂളിൽ വൈറ്റ്സിന് എൻട്രി ഇല്ല, വൈറ്റ്സ് പോകുന്നിടത്ത് ബ്ലാക്കിന് പോകാൻ പറ്റൂല അല്ലേ. ഭയങ്കര വൃത്തിയായിട്ട പോളിസി അല്ലേ.
ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സെഗ്രിഗേഷൻ മീൻസ് ബ്ലാക്സിനൊക്കെ സെപ്പറേറ്റ്, വൈറ്റ്സിനൊക്കെ സെപ്പറേറ്റ്. സ്കൂള്, പള്ളി, ബസ്, ടാക്സി അല്ലെ, എല്ലാം സെപ്പറേറ്റ്. ബ്ലാക്സിന് വേറെ, വൈറ്റിന് വേറെ അല്ലെ. ഇതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ഇത് ഇത്ര എളുപ്പത്തിലല്ലാണ്ട് ആർക്കും പഠിപ്പിക്കാൻ പറ്റൂല. സെഗ്രിഗേഷൻ മീൻസ് ബ്ലാക്സിന് വേറൊരു ബസ്, വേറൊരു കാറ്, വേറൊരു ട്രെയിൻ അല്ലേ, അവർക്ക് വേറൊരു ഫ്ലൈറ്റും കൂടെ ഇറക്കി കൂടായിരുന്നു. അതെങ്ങനെ ഉണ്ടാവും അല്ലേ? സോ ട്രെയിൻസ്, ബസ്, ടാക്സീസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ് ഇതൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ഫോർ വൈറ്റ്സ് ആൻഡ് ബ്ലാക്സ്. അതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സാറിന് മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ, ഒരു മേക്കപ്പും ഇല്ല. നാച്ചുറൽ ഇതാണത്, നാച്ചുറൽ ബ്യൂട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. റെസിസ്റ്റൻസ് ഓഫ് നോൺ വൈറ്റ്സ്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ റെസിസ്റ്റൻസ് ഓഫ് നോൺ വൈറ്റ്സ്. റെസിസ്റ്റൻസ് ഓഫ് നോൺ വൈറ്റ്സ് പറയട്ടെ, റെസിസ്റ്റൻസ് ഓഫ് നോൺ വൈറ്റ്സ് പറയട്ടെ, പറഞ്ഞോട്ടെ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് നോൺ വൈറ്റ്സ് പറയുകയാണേ. Blacks could not form association or protest against the terrible treatment. Since 1950, the blacks, colored and Indian fought against the apartheid system. ഈ ഒരു 1950-ലാണ്, ഫ്രം 1950 എന്താ പറയുക, അവിടെ അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ. ഒരു 1950 തൊട്ട് കേട്ടോ, ഫ്രം 1950. Okay, since 1950, the blacks, the colored Indians started protesting against the apartheid system that existed in South Africa. From 1960 തൊട്ടാണ് they launched protest marches and strikes. Clear അല്ലേ? ഇതിലൊന്നും ഡൗട്ട് വേണ്ട ആവശ്യമില്ല. They launched protest marches and strikes. Okay, next slide. The African National Congress, it is very important. ഇത് ഇന്ത്യക്ക് എങ്ങനെയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആഫ്രിക്കൻ്റെ ലിബറേഷന് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ ANC എന്ന് പറയും. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വാസ് ദ അംബ്രല്ല ഓർഗനൈസേഷൻ ദാറ്റ് ലെഡ് ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് സെഗ്രിഗേഷൻ. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ ചീഫ് ആരാ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. This included many workers, unions and the Communist Party. ഓക്കെ, ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ആദർശമുള്ള ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൽ. അതുപോലെ മെനി സെൻസിറ്റീവ് വൈറ്റ്സ് ഓൾസോ ജോയിൻഡ് ANC ടു ഓപ്പോസ് അപ്പർത്തൈഡ്. ഈ വൈറ്റ്സിൽ തന്നെ കുറച്ച് നല്ല ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റ്സിൽ തന്നെ കുറച്ച് നല്ല ആളുകൾ ഉണ്ടായിരുന്നു. എടാ, അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മെയിൻ ഓർഗനൈസേഷൻ, അതിന് താഴെ കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു ഓർഗനൈസേഷൻസും ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിലയൻസിന് ജിയോ ഉണ്ട് അല്ലേ, കുറേ സാധനങ്ങളില്ലേ, റിലയൻസ് സ്മാർട്ട് ഉണ്ട്. അപ്പൊ റിലയൻസ് ആണ് അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ജിയോ, റിലയൻസ് സ്മാർട്ട് അല്ലേ, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, റിലയൻസ് പെട്രോൾ, അതൊക്കെ അതിന്റെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലേ, അല്ലെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന സബ്സിഡറീസ് ഒക്കെയാണത്. അതുപോലെ മെയിൻ ഒരു സാധനത്തിനാണ് നമ്മൾ അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സെവറൽ കൺട്രീസ് ഡിനൗൺസ് അപ്പർത്തൈഡ് ആസ് അൺജസ്റ്റ് ആൻഡ് റേസിസ്റ്റ് അല്ലേ. ഈ ANC-ന്റെ ഈ പ്രവർത്തന ഫലമായിട്ട് ആഫ്റ്റർ പ്രൊട്ടസ്റ്റിംഗ് ഫോർ എ ലോട്ട് ഓഫ് ടൈം, ഈ ANC-ക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ANC-ന്റെ ഈ റോൾ കൊണ്ടാണ് മെനി കൺട്രീസ്, കുറേ കൺട്രികളൊക്കെ ഈ അപ്പർത്തൈഡ് സിസ്റ്റത്തിനെതിരെ വന്നത് അല്ലേ. സെവറൽ കൺട്രീസ് ഡിനൗൺസ് ദ അപ്പർത്തൈഡ് സിസ്റ്റം ആസ് അൺജസ്റ്റ് ആൻഡ് റേസിസ്റ്റ് അല്ലേ. ഇതൊരു അൺജസ്റ്റ് ആണെന്നും റേസിസ്റ്റ് ആണെന്നൊക്കെ കുറേ കൺട്രികൾ പറയാൻ കാരണമായത് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നാണ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് കുറേ കൺട്രീസ് ഇതിന് അൺജസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ അംബ്രല്ലേന്റെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യല്ലേ. ബട്ട് ദ വൈറ്റ് റേസിസ്റ്റ് ഗവൺമെന്റ് കണ്ടിന്യൂ ടു റൂൾ ബൈ ഡിറ്റൈനിങ്, ടോർച്ചറിങ് ആൻഡ് കില്ലിംഗ് തൗസൻഡ്സ് ഓഫ് ബ്ലാക്സ് ആൻഡ് കളേർഡ് പീപ്പിൾ. ഈ അപ്പോഴും പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ ഈ വൈറ്റ്സ് അവരുടെ പരിപാടികളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, വൈറ്റ് റേസിസ്റ്റ് ഗവൺമെന്റ് കണ്ടിന്യൂ ടു കിൽ പീപ്പിൾ, ടോർച്ചർ ദം, അങ്ങനെ കുറേ കാലം അവരെ തടഞ്ഞു വെക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇനി റിസൾട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്, അങ്ങനെ കുറേ കാലത്തെ പ്രൊട്ടസ്റ്റിന് ശേഷം റിസൾട്ട് എന്താണെന്ന് വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദ റിസൾട്ട്സ് അല്ലേ. റിസൾട്ട് എന്താണെന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. റിസൾട്ട്സ് ഓഫ് ദ പ്രൊട്ടസ്റ്റ്. വാട്ട് വർ ദ റിസൾട്ട്സ് ഓഫ് ദ പ്രൊട്ടസ്റ്റ്? ഓക്കെ, റിസൾട്ട് എന്താണ്, ഈ പ്രൊട്ടസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ദ ഗവൺമെന്റ് ഓഫ് ദ വൈറ്റ് ചേഞ്ച് ദെയർ പോളിസീസ് അല്ലേ. വൈറ്റ് ഗവൺമെന്റ് അവരുടെ പോളിസീസ് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ദ വൈറ്റ് ഗവൺമെന്റ് ചേഞ്ച് ദെയർ പോളിസീസ്, ഗവൺമെന്റ് അവരുടെ പോളിസീസ് ചേഞ്ച് ചെയ്തു. സെക്കൻഡ് പോയിന്റ്, ഡിസ്ക്രിമിനേറ്ററി ലോസ് അഗെയിൻസ്റ്റ് നോൺ വൈറ്റ്സ് റിപ്പീൽഡ്. ഈ നോൺ വൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേറ്ററി നിയമങ്ങളൊക്കെ റിപ്പീൽ ചെയ്തു. ഓക്കെ, ഡിസ്ക്രിമിനേറ്ററി ലോസ് അഗെയിൻസ്റ്റ് നോൺ വൈറ്റ്സ് റിപ്പീൽഡ്.
ഡിസ്ക്രിമിനേറ്ററി ലോസ് അഗെയിൻസ്റ്റ് നോൺ വൈറ്റ്സ് വെർ റിപ്പീൽഡ്. ഇതൊക്കെ റിപ്പീൽ ചെയ്തു. തേർഡ് വൺ ഈസ് ഗവൺമെന്റ് ഹാഡ് ഗിവൺ പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ ഫ്രീഡം. ഈ ഗവൺമെന്റ് മീഡിയ ഫ്രീഡം ഒക്കെ കൊടുത്തു തുടങ്ങി. അത്രയും കാലം മീഡിയ ഒക്കെ കുറേ ബാൻഡ് ആയിരുന്നു. മീഡിയക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പാട്ട് പാടിത്തരാം. ഈ 2 സ്ലൈഡും കൂടെ കഴിയുമ്പോൾ ഞാൻ പാട്ട് പാടാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. സോ ഗവൺമെന്റ് ഹാഡ് ഗിവൺ പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ ഫ്രീഡം ആൻഡ് ദ ബാൻ വാസ് ലിഫ്റ്റഡ്. എന്ത് ബാൻ? ഈ മീഡിയക്കൊക്കെ ബാൻ ഉണ്ടായിരുന്നു, അതൊക്കെ ലിഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നെൽസൺ മണ്ടേല സെറ്റ് ഫ്രീ ഫ്രം പ്രിസൺ ആഫ്റ്റർ 28 years ഓഫ് ഇംപ്രിസൺമെന്റ്. നെൽസൺ മണ്ടേല 28 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി. ഓക്കെ. എടാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അല്ലാത്ത കമൻറ്റുകളൊക്കെ ഒഴിവാക്കുക, ചാറ്റ് ഒഴിവാക്കുക. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നെൽസൺ മണ്ടേല സെറ്റ് ഫ്രീ ഫ്രം പ്രിസൺ ആഫ്റ്റർ 28 years ഓഫ് ഇംപ്രിസൺമെന്റ്. അല്ലേ? 28 years ഓഫ് ഇംപ്രിസൺമെന്റിന് ശേഷം നെൽസൺ മണ്ടേല വാസ് സെറ്റ് ഫ്രീ. ഓക്കെ. പിന്നെ ഫൈനലി സൗത്ത് ആഫ്രിക്ക ബിക്കേം ആൻ ഇൻഡിപെൻഡന്റ് നേഷൻ ഇൻ ദ മിഡ് നൈറ്റ് ഓഫ് 26 April ഓഫ് 1994. 1994 സൗത്ത് ആഫ്രിക്ക ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് മാറി. ഇത്രയും വരെ ക്ലിയർ ആണോ? അങ്ങനെ 1994 സൗത്ത് ആഫ്രിക്ക ഇൻഡിപെൻഡന്റ് ആവുന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇൻ 1994 ഞാൻ പറഞ്ഞില്ലേ, അറൗണ്ട് ഒരു 30 years ആയിട്ടേ ഉള്ളൂ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 29 years ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ റൗണ്ട് ചെയ്തൊരു 30 പഠിച്ചോ. ഓക്കെ. ആൻഡ് ന്യൂ ഡെമോക്രസി എമേർജ്ഡ് ഇൻ ദ വേൾഡ്. ദ അപ്പർത്തൈഡ് ഗവൺമെന്റ് കെയിം ഇൻ ടു ആൻ എൻഡ്. അങ്ങനെ നെൽസൺ മണ്ടേല 28 വർഷം ജയിലിൽ കിടന്നത് വെറുതെ ആയില്ല. അവിടെ ഫ്രീഡം വന്നു, ഇൻഡിപെൻഡന്റ് ആയി ആ കൺട്രി. ഓക്കെ. ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് 2 വരി പാട്ട് പാടിയിട്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം കേട്ടോ. 2 വരി പാട്ടൊക്കെ പാടിയിട്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഏത് പാട്ടാണ് വേണ്ടത്? വേഗം പറഞ്ഞേ. 2 വരി നിങ്ങളൊന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞടാ. ഏത് പാട്ടാണ് വേണ്ടത്? വേഗം പറഞ്ഞോ. വേഗം പറ. വേണ്ടേ? പാട്ടൊന്നും വേണ്ടേ? കാവാലയൊന്നും ചോദിക്കരുത്. ഈ പാട്ടല്ലേ ജിഞ്ചി ജിഞ്ചി ജിഞ്ചി, അത് ചോദിക്കല്ലേ. വേറെ പറ. എൻ്റെ മാവും പൂത്തേന്നോ? ഓണപ്പാട്ട് അല്ലേ? ഓണപ്പാട്ട് പാടാം അല്ലേ? തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ പലരോടപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ, മാവേലി തമ്പ്രാന്റെ വരവായാൻ ചൊല്ല്, തിരുവാവണിരാവ്. തിരുവാവണിരാവിന്റെ പുതിയൊരു ഫ്യൂഷൻ വേർഷനാണ് കേട്ടോ അത്. അങ്ങനെയുണ്ട്. ലിറിക്സ് അറിയുന്ന ഒരു പാട്ട് പാടാം അല്ലേ? അങ്ങനെ വെച്ചാൽ ഞാൻ പാടിയത് തന്നെ. അനി ഒരു പാട്ടും കൂടെ പാടി രമ്പത്തോടാ. പൂവേ സെമ്പൂവേ ഉൻവാസം വരും, വാസം ഉൻവാസം എൻ പൂങ്കാവനം, വായ്പേസിടും പുല്ലാങ്കുഴൽ, നീതാനൊരു പൂവിൻ മടൽ. പൂവേ സെമ്പൂവേ ഉൻവാസം വരും, പൂവേ സെമ്പൂവേ. ഇതുപോലെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണേ. ഇതുപോലെ പാട്ട് തീയാണോ? പാട്ട് ഇഷ്ടമായ എല്ലാവർക്കും? പാട്ട് ഇഷ്ടമായോ എല്ലാവർക്കും? സാർ സീക്രട്ട് ഓഫ് സിംഗിങ് എബിലിറ്റീസ് പാട്ട് പാടാറേ ഇല്ല അങ്ങനെ. അതാണ് സീക്രട്ട്. എപ്പോഴെങ്കിലൊക്കെ പാടുന്നു. ഓക്കെ. ദ ന്യൂ ഗവൺമെന്റ് ആൻഡ് ദെയർ പ്രിൻസിപ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ദ ന്യൂ ഗവൺമെന്റ് ആൻഡ് ദെയർ പ്രിൻസിപ്പിൾസ്. ഓക്കെ. ദ ന്യൂ ഗവൺമെന്റ് ആൻഡ് ദെയർ പ്രിൻസിപ്പിൾസ്. എല്ലാവരും ഒന്ന് എനർജിയിലൊക്കെ വന്നേ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് എനർജി ആയേ എല്ലാവരും. എൻ്റെ ജീവിതം ബാക്കി ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒന്ന് കുറച്ച് എനർജി ആയ, കുറച്ച് എനർജി ആയിട്ട് വന്ന എല്ലാവരും. കുറച്ച് എനർജിയിൽ വന്ന എല്ലാവരും.
appeal or of black leaders to their community for forgiving the atrocities had done by the white against them. ന്യൂ ഗവൺമെന്റ് ആൻഡ് ദെയർ പ്രിൻസിപ്പൽസ് ആണ് പറയുന്നത്. അപ്പീൽ ഓഫ് ബ്ലാക്ക് ലീഡേഴ്സ് ടു ദെയർ കമ്മ്യൂണിറ്റി ഫോർ ഫോർഗീവിംഗ് ദ അട്രോസിറ്റീസ് ഹാഡ് ഡൺ ബൈ ദ വൈറ്റ് പീപ്പിൾ. ഓക്കെ. രണ്ടാമത്തത് ഫോർ ബിൽഡിംഗ് എ ന്യൂ സൗത്ത് ആഫ്രിക്ക ദ പീപ്പിൾ ഫ്രം ഓൾ ഗ്രൂപ്പ്സ് സ്റ്റുഡ് ടുഗദർ ബൈ ഹോൾഡിംഗ് ദ വാല്യൂസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ഓൾ റേസസ്. പുതിയ ഗവൺമെന്റിന്റെ നയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റി ഫോർ ഓൾ റേസസ്, ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ്, ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഇത് നാലുമായിരുന്നു പുതിയ ഗവൺമെന്റിന്റെ നയങ്ങൾ. അല്ലേ? ഇത് നാലുമായിരുന്നു പുതിയ ഗവൺമെന്റ് നയങ്ങൾ. ഒന്നാമത്തത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റി ഫോർ ഓൾ റേസസ്, ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ്, ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഇത് നാലുമായിരുന്നു പുതിയ ഗവൺമെന്റിന്റെ നയങ്ങൾ. ഓക്കെ. The rivals joined their hands and sat together to draw up a new constitution. എല്ലാവരും ഒരുമിച്ച് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് അങ്ങനത്തെ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് വരും. ഓക്കെ, ഇന്ത്യയിലെ കാര്യങ്ങൾ പറയാം നമുക്ക്. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് നോക്കട്ടെ, പറയട്ടെ. ഓക്കെ. After 2 years, South Africa came out with one of the finest constitution in the world. 2 വർഷം എടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ through a serious discussions and debates. അല്ലേ? 2 വർഷത്തോളം. നമ്മൾ എത്ര വർഷം എടുത്തിട്ടാ? നമ്മൾ അറൗണ്ട് 3 വർഷത്തോളം എടുത്തിട്ടാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ. 2 വർഷവും 11 മാസവും 7 മാസവും 11 ദിവസവും അങ്ങനെ എന്തോ അപ്രോക്സിമേറ്റ്ലി 3 years നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സൗത്ത് ആഫ്രിക്ക 2 വർഷം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാൻ പോകുന്നത് എന്തൊക്കെയാ? Constitution gave most extensive rights to its citizens. അല്ലേ? സിറ്റിസൺസിന് ഭയങ്കര റൈറ്റ്സ് കൊടുത്തു. The Constitution gave most extensive right to its citizens. അതായത് സിറ്റിസൺസിന് മോസ്റ്റ് എക്സ്റ്റെൻസീവ് റൈറ്റ്സ് കൊടുത്തു. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഇൻ സൗത്ത് ആഫ്രിക്ക നോബഡി ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ആൻഡ് നോ വൺ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഡെമോൺ. ആരെയും അത് ഗവൺമെന്റ് അതായത് ഒഴിവാക്കൂല ഒരു വിഭാഗത്തെയും. അതുപോലെ ഒരു ആളും ദുഷ്ടനോ അല്ലെ ഡെമോണായിട്ട് ആരെയും കാണുകയില്ല. അതായത് ഈ റേസിസം ഒന്നും ഇല്ല എന്നുള്ള മീനിങ്. ഓക്കെ. ഓൾ കമ്മ്യൂണിറ്റീസ് ഇൻ സൗത്ത് ആഫ്രിക്ക അഗ്രീഡ് ദാറ്റ് ഓൾ ആർ ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഓർ സൊല്യൂഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പാസ്റ്റ്. ഈ ആളുകളുടെ പാസ്റ്റ് ഒന്നും നോക്കാണ്ട് എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു ഈ ഗവൺമെന്റിലൊക്കെ. നിങ്ങൾ പാട്ടിന്റെ കാര്യം ഹലോ ഞാനെങ്ങും പോയിട്ടില്ല, ക്യാമറയുടെ ബാറ്ററി ഇരുന്നായിരുന്നു. ഓക്കെ, ഇൻഫിനിറ്റി സ്റ്റോൺ ആയിട്ട് അത്ര സ്നാപ്പ് ചെയ്തിട്ട് സാർ ഇവിടെ ഉണ്ട്. ഞാൻ വന്നു. വാട്ട് ഹാപ്പൻഡ്? അത് ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരുന്നു. പ്രശ്നമാക്കണ്ട, ടെക്നിക്കൽ എറർ ആയിരുന്നു. ഓക്കെ, സോ ഫീച്ചേഴ്സ് ഓഫ് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അടുത്ത പോയിന്റ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്പയർഡ് മെനി ഓഫ് ദ ഡെമോക്രാറ്റിക് കൺട്രീസ് ഓൾ ഓവർ ദ വേൾഡ്. ഈ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേൾഡിലെ പല ഭാഗത്തുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വേൾഡിന്റെ പല ഭാഗത്തുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഇൻസ്പയർ ചെയ്തെന്നാണ് നമ്മൾ പറയുന്നത്. The most undemocratic country in the world turned into a democratic in 1994. ലോകത്തിലെ തന്നെ ഏറ്റവും അൺഡെമോക്രാറ്റിക് ഉള്ള ഒരു കൺട്രി 1994 ആകുമ്പോഴത്തേക്ക് ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറി. By denouncing all evil practices. അല്ലേ? By denouncing all evil practices. Clear ആയോ? And customs followed in the country and installed a model of democracy for other nations. അങ്ങനെ ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രി ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് മാറിയ കാര്യമാണ് നിങ്ങളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഈ സ്ലൈഡ് ക്ലിയർ ആണോ എല്ലാവർക്കും?
ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രി ഒരു ഡെമോക്രാറ്റിക് കൺട്രിയായി മാറിയ കാര്യമാണ് നിങ്ങളിപ്പോൾ പഠിച്ചത്. സാറ് വന്നു, സാർ എവിടെയും പോയിട്ടില്ല, വന്നു. ക്ലിയർ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പറയുന്നത് ഓക്കെ ആണോ? ശബ്ദം ഹലോ ആൽഫ കോളിംഗ് റോജർ, കേൾക്കുന്നുണ്ടോ? ഈ സ്ലൈഡ് മനസ്സിലായോ? സ്ലൈഡ് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? The determination of the people of South Africa to transform the country from bitter experience into a rainbow nation including all races. Rainbow nation എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പിനെയാണ്. എല്ലാ റേസിലുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്തതിനെ കൊണ്ടാണ് റെയിൻബോ നേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് all races made a effort to great success. ഒരു സക്സസ് മോഡൽ ആയി എന്നാണ് പറയുന്നത് ഈ സൗത്ത് ആഫ്രിക്കൻ മോഡൽ. Speaking on the South African Constitution, Mandela said about this. Mandela പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ അത് വായിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ മണ്ടേല പറയുന്നുണ്ട്. 8 വരി കാര്യങ്ങൾ അല്ലേ, 8 ലൈൻസിലുണ്ട് കാര്യങ്ങൾ. 8 അല്ല 9 വരിയുണ്ട്. ഇതാണ് മണ്ടേല അങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക സ്പീക്സ് ഓഫ് ബോത്ത് ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. On the one hand, it is a solemn pact in which we as South Africans declare to one another that we shall never permit a repetition of our racist, brutal and repressive past. അല്ലേ, ഈ മറ്റേ നരസിംഹത്തിൽ മമ്മൂട്ടി ഇംഗ്ലീഷ് പറയുന്നില്ലേ, who always keep predominant consideration to പറയുന്ന സംഭവമില്ലേ. But it is more than that. It is also a charter for the transformation of our country into one which is truly shared by all its people. A country which is in fullest sense belongs to all of us, blacks and whites, women and men. അല്ലേ, അടിപൊളി സാധനമല്ലേ? നെൽസൺ മണ്ടേല, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ കൺട്രി. നെൽസൺ മണ്ടേല പറഞ്ഞ കാര്യമാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെയൊന്നും പറയൂല. ഓക്കെ, നെൽസൺ മണ്ടേല അങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ. അങ്ങനെ സൗത്ത് ആഫ്രിക്ക ഇൻഡിപെൻഡന്റ് ആയി. This image captures the spirit of South Africa today. South Africans call themselves a rainbow nation. എന്തുകൊണ്ടാണ് റെയിൻബോ നേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ എല്ലാ ടീമിനെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയിലെ എല്ലാ റേസിലുള്ള ആളുകളെയും അവരവരുടെ ഗവൺമെൻറ് മേക്കിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റെയിൻബോ നേഷൻ എന്ന് പറയുന്നത് അവരെ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ? വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് എന്തിനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത്? ഞാൻ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് സ്ലൈഡ് പഠിച്ചു, ദ ടേക്ക് അവേസ് ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെൽസൺ മണ്ടേല, നെൽസൺ ഈ സബ്സ്റ്റേസ്. ആരാ ഇത്? നീയല്ലേ, സത്യം പറ, നീയല്ലേ മറ്റേ ഈ വക്രദൃഷ്ടിയിലൊക്കെ എഴുതി കൊടുക്കുന്ന ഈ പരിപാടി, ഈ കോമഡി എഴുതുന്നത് അല്ലേ? നിങ്ങൾ കോമഡിക്ക് ട്യൂഷന് പോകുന്നുണ്ടോ നിങ്ങൾ? വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കാനുള്ളത്. ഫ്രം ദ എക്സാമ്പിൾസ് ഓഫ് സൗത്ത് ആഫ്രിക്ക വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ ഡസ് എ കൺട്രി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അബൌട്ട് ദ റോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ എ കൺട്രി. അല്ലെ, ഒരു കൺട്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിലെ കാര്യത്തിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, ഒരു കൺട്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒരു കൺട്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, the oppressor and the oppressed in this new democracy were planning to live together as equals. അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഒപ്രസറും ഒപ്രസ്ഡും ഒരുമിച്ച് ഒരേ സൊസൈറ്റിയിൽ ജീവിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇനി മേക്കിംഗ് ട്രസ്റ്റ് അമംഗ് ദ വേരിയസ് ഗ്രൂപ്പ്സ്. മേക്കിംഗ് ട്രസ്റ്റ് അമംഗ് ദ വേരിയസ് ഗ്രൂപ്പ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. സൗത്ത് ആഫ്രിക്കയിലെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു.
മേക്കിംഗ് ട്രസ്റ്റ് അമംഗ് വേരിയസ് ഗ്രൂപ്പ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർത്തു ഈ ചാപ്റ്ററിൽ. ഇനി നമുക്ക് ഇന്ത്യൻ കാര്യങ്ങൾ വരും. അത് നെക്സ്റ്റ് ഒരു ലൈവും കൂടെ ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് 2 കൂടെ വരും. ഓക്കെ, കൺസേൺസ് ഓഫ് ദ ബ്ലാക്ക് മെജോറിറ്റി ആൻഡ് കൺസേൺസ് ഓഫ് ദ വൈറ്റ് മെജോറിറ്റി ഉണ്ട് കേട്ടോ, വൈറ്റ് മൈനോറിറ്റി. കൺസേൺസ് ഓഫ് ദ ബ്ലാക്ക് മെജോറിറ്റിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു എൻഷുർ ദാറ്റ് ദ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ മെജോറിറ്റി റൂൾ വാസ് നോട്ട് കോംപ്രമൈസ്ഡ്. ദേ വാണ്ടഡ് സബ്സ്റ്റാൻഷ്യൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. ഈ ബ്ലാക്സിന് വേണ്ടത് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ആയിരുന്നു. അവർ ഇനിയും താഴ്ന്ന ആളുകളാണെന്ന് കാണാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി കൺസേൺസ് ഓഫ് ദ വൈറ്റ് മൈനോറിറ്റിയോ, വൈറ്റ് മൈനോറിറ്റീൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ദ വൈറ്റ് മൈനോറിറ്റി വാസ് കീൻ ടു പ്രൊട്ടക്ട് ഇൻ പ്രിവിലേജസ് ആൻഡ് പ്രോപ്പർട്ടി, അല്ലേ, അവരുടെ ആ ഒരു സാധനം അവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം, അവരുടെ പ്രിവിലേജ് ഒന്നും നഷ്ടപ്പെടാനും പാടില്ല. ഇതൊക്കെയായിരുന്നു വൈറ്റ് മൈനോറിറ്റീൻ്റെ കൺസേൺസ്. ഓക്കെ, കോംപ്രമൈസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. പിന്നെ കുറച്ച് കോംപ്രമൈസുകളൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, എന്നാലല്ലേ നമുക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദ കോംപ്രമൈസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ദ വൈറ്റ് അഗ്രീഡ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് മെജോറിറ്റി റൂൾ ആൻഡ് ദാറ്റ് ഓഫ് 1 person 1 vote. അതായത് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, ഒരാളുടെ വോട്ടിന് ഒരു വാല്യൂ, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ചു. ഓക്കെ, ദേ ഓൾസോ അഗ്രീഡ് ടു ആക്സെപ്റ്റ് സം ബേസിക് റൈറ്റ്സ് ഫോർ ദ പുവർ ആൻഡ് ദ വർക്കേഴ്സ്. ഈ വർക്കേഴ്സിനും പുവർ ആയിട്ടുള്ള ആളുകൾക്കും കുറച്ച് ബേസിക് റൈറ്റ്സ് കൊടുക്കുന്നുള്ള കാര്യം കൂടെ എല്ലാവരും അംഗീകരിച്ചു. The blacks agreed that the majority rule would not be absolute. Also, the majority would not take away the property of the white minority. അതുപോലെ വൈറ്റ് മൈനോറിറ്റീൻ്റെ കയ്യിലുള്ള വീടും സ്ഥലവും ഒന്നും ബ്ലാക്സ് ടേക്ക് അവേ ചെയ്യൂല, കൊണ്ടുപോകില്ല എന്നുള്ള കാര്യം ബ്ലാക്സ് വൈറ്റ്സിന് അഷ്യൂറൻസ് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കുക. ദിസ് കോംപ്രമൈസ് വാസ് നോട്ട് ആൻ ഈസി പ്രോസസ്. ഇതൊരു ഈസി ആയിട്ടുള്ള ചർച്ചയൊന്നും അല്ലായിരുന്നു, കുറേ ഡെലിബറേഷന് ശേഷമാണ് ഇങ്ങനെ ഒരു കോംപ്രമൈസ് ആയി വന്നത്. വാട്ട് വാസ് ദ ഗ്യാരണ്ടി ഓഫ് ദിസ് കോംപ്രമൈസ്? ഹൗ ഡു ദേ ഇംപ്ലിമെന്റ് ദിസ് എഗ്രിമെന്റ് ഓർ കോംപ്രമൈസ്? അതായത് ദ ഓൺലി വേ ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ട്രസ്റ്റ് അമംഗ് ദീസ് ഗ്രൂപ്പ്സ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ഈസ് ടു റൈറ്റ് ഡൗൺ സം റൂൾസ്, ലോസ് ആൻഡ് പ്രിൻസിപ്പിൾ. അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചത്. ഈ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അതായത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബ്ലാക്സ് മെജോറിറ്റീൻ്റെ വൈറ്റ് മൈനോറിറ്റിയും തമ്മിലുള്ള സെറ്റിൽമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, റോൾ ദീസ് റൂൾസ് ലേ ഡൗൺ ഹൗ ദ റൂളേഴ്സ് ആർ ടു ബി ചോസൺ ഇൻ ഫ്യൂച്ചർ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മളെ നേതാക്കന്മാരെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, ഒന്നാമത്തെ കാര്യം. ചാപ്റ്റർ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ 5 മിനിറ്റ്. ദീസ് റൂൾസ് ലേ ഡൗൺ ഹൗ ദ റൂളേഴ്സ് ആർ ടു ബി ചോസൺ ഇൻ ഫ്യൂച്ചർ. നമ്മളെ റൂളേഴ്സിനെ എങ്ങനെ ഭാവിയിൽ തിരഞ്ഞെടുക്കണം. ദീസ് റൂൾസ് ഓൾസോ ഡിറ്റർമൈൻ വാട്ട് ദ എലക്റ്റഡ് ഗവൺമെന്റ് ആർ എംപവേർഡ് ടു ഡു ആൻഡ് വാട്ട് ദേ കാനോട്ട് ഡു. ഈ എലക്ട് ചെയ്യപ്പെടുന്ന ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ എന്താ? ദീസ് റൂൾസ് ഡിസൈഡ് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ്. അവരുടെ സിറ്റിസൺസിന്റെ റൈറ്റ്സും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അടുത്തത് എന്താ? They agreed on some basic rules. They also agreed that these rules will be supreme. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സുപ്രീം ആയിരിക്കും, അതായത് അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. That no government will be able to ignore these. This set of basic rule is called constitution. അപ്പം ഇങ്ങനെ അവർ എഴുതി ചേർത്ത ഈ ബേസിക് സാധനങ്ങളെയാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലും ഇങ്ങനെ എഴുതിയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇന്നത്തെ പബ്ലിക് ലൈവ് നമുക്ക് ഇത്രയും മതി. നമുക്ക് ഒരു പാർട്ടും കൂടെ വേണം. നമ്മളിപ്പം 30 സ്ലൈഡ് പഠിച്ചു. ഇന്ന് ഇത്രയും മതി. ഓക്കെ, നമ്മളൊരു ക്ലാസ്സും കൂടെ ഉണ്ടാവും, അതിൽ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. കുറേ ഇതൊരു 2-2.5 മണിക്കൂറോളം വേണം ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ. അതുകൊണ്ടാണ് രണ്ട് ലൈവായിട്ട് വെക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയും കൂടെ ചെയ്യാം. അന്ന് ഞാൻ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ ഒരു 5 മിനിറ്റ് എടുത്തൊക്കെ പറഞ്ഞുതരും. ഓക്കെ, നിങ്ങൾ ആരും ഉറങ്ങിപ്പോകേണ്ട. അത് വലിയ ചാപ്റ്ററാണ്, അത് എനിക്കറിയാം. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ആം ഐ ക്ലിയർ ടു എവറിബഡി? നിങ്ങൾ ഈ ചാപ്റ്റർ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങളെ കമൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം എല്ലാവരും. ഐ നീഡ് എവറിബഡീസ് റിവ്യൂ. എല്ലാവരുടെയും റിവ്യൂ എനിക്കറിയണം. അതുകൊണ്ട് എല്ലാവരും കമൻ്റൊക്കെ ചെയ്യോ. ക്ലാസ് കഴിഞ്ഞിട്ട് ലൈവ് ചാറ്റിലല്ല, കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം. ഓക്കെ, ഒരൊറ്റ പാട്ടും കൂടെ പാടിയിട്ട് നമ്മൾ പിരിയാൻ പോവുകയാണ്. പാട്ട് പാടട്ടെ ഒന്നുകൂടെ? ഗവൺമെന്റ് വൈബിംഗ് ആണ്.
ताल से ताल मिला, ताल से ताल मिला, तुम तनक तक तकुम तनक तन तुम तक 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 तकुम तनक तन तुम तनक तक तकुम तनक तन तुम. ജൂപ്പിറ്റർ മഴ വേണോ ഇനി? റെഡി. ജൂപ്പിറ്റർ മഴ ലാസ്റ്റാണ്. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട് കേട്ടോ. നിങ്ങൾ പ്രൊമോ വീഡിയോസൊക്കെ കാണാറില്ലേ? നമ്മളിങ്ങനെ കാറി കൂതി പ്രൊമോ ഒക്കെ എടുത്തിട്ട് തൊണ്ട ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. ജൂപ്പിറ്റർ മഴ രണ്ടുപേരും കൂടെ പാടിയിട്ട് സാറ് നിർത്തുകയാണേ. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം, നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികെ അണയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം, നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികെ അണയുവാൻ, ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ, വിധിയെല്ലാം. ഞാൻ 101 ഒരു 500 പ്രാവശ്യം പാടിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ജൂപ്പിറ്റർ മഴ ചോദിക്കും. എനിക്കാച്ചാൽ അതിൻ്റെ ലിറിക്സ് മാത്രമേ അറിയുള്ളൂ. നെക്സ്റ്റ് ലൈവിൽ ഞാൻ എന്തായാലും ജൂപ്പിറ്റർ മഴ ബാൻ ചെയ്യും. ആ പാട്ട് പാടൂല. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. 3 വാക്കൊന്നും വയ്യടാന്ന്, ആകെ ടയേർഡാണ്. സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് ലൈവിൽ അടിപൊളിയായിട്ട് എടുക്കും. എല്ലാവരും നമുക്ക് നെക്സ്റ്റ് ലൈവിൽ ബാക്കി കാണാം. ഇതിൻ്റെ പാർട്ട് 2 വരും കേട്ടോ. പാർട്ട് 2 വരും. ഇതിനൊരു പാർട്ട് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ബായ് എന്നാൽ.